ഇൻസ്റ്റഗ്രാമിലെ ആളുകളെ പറ്റിക്കാൻ എന്തൊരു സുഖം അല്ലേ? ലിങ്ക് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്ന ട്രിക്സുമായിട്ട് ഒരു ട്രെൻഡ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ട് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്ത ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ പോയിട്ട് അവിടെ ഒരു കമന്റ് ഇടുന്നത് വഴി അയാളുടെ ആ ഒരു റീലിന് നമ്മളൊരു എൻഗേജ്മെന്റ് മെട്രിക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മെട്രിക് കൊടുക്കുന്നത് വഴി ഇൻസ്റ്റഗ്രാമിന് ആക്ച്വലി ഒരു സിഗ്നൽ പാസ് ചെയ്യാണ്. അവിടെ ഈ ഒരു അക്കൗണ്ടിന് എൻഗേജ്മെന്റ് ഉണ്ട്, അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള കണ്ടന്റ് ആണ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് പാസ് ചെയ്യാണ്. അപ്പോൾ അതിന് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ മെട്രിക്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ എൻഗേജ്മെന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റീലിന് കൂടുതൽ റീച്ച് കൊടുക്കാൻ അപ്പോൾ ഇൻസ്റ്റഗ്രാമിന് അവിടെ ആ ഒരു സിഗ്നൽ പാസ് ചെയ്യും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് റീലിന്റെ ലിങ്ക് എടുത്തിട്ട് ഇവിടെ കോപ്പി ചെയ്യുന്നത് വഴി ആ റീലിന്റെ റീച്ച് കൂടും. സ്വാഭാവികമായിട്ടും അവർക്ക് ഫോളോവേഴ്സ് കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം നിങ്ങൾ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടന്റുകൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വൈറൽ ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ വീഡിയോക്ക് വന്നിട്ട് കമന്റും റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഫോളോവേഴ്സ് കൂടും. അല്ലാതെ വേറൊരാളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് 4-5 റീലിന്റെ ലിങ്ക് ഇട്ട് പറഞ്ഞിട്ട് എനിക്ക് നാളെ 10K ആവും അല്ലെങ്കിൽ 5K ആവും എന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഇരുത്തുള്ളുണ്ടാവും അവിടെ. കാരണം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രോ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കോണ്ടന്റുകൾ ഇടുക. അതിന് ഒരുപാട് വേറെ എത്ര ആൾ ഫോളോവേഴ്സ് കൊടുത്ത് തരുമെന്ന് നോക്കിയിരുന്നിരിക്കരുത്. വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെ ഹാക്കുകൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചക്കട്ട് മുതൽ ചത്തു എന്ന് പറയുന്ന പോലെ 1-2 ആളുകൾക്കൊക്കെ ചിലപ്പോൾ വർക്കാവും. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ വർക്ക് ആയിക്കൊള്ളുന്നില്ല. അത് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ഇടുക, നല്ല രീതിയിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക.